ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ബബബ രണ്ടാം ദിനത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ദിലീപ് ഫാനാണെങ്കിൽ അടിച്ച് കയറി വാ എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അംഗമാകണമെന്നുള്ള അഭ്യർത്ഥനയും. ആദ്യ ദിനം ഈ ഒരു സിനിമ നേടിയത് 15.64 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട്. കേരളത്തിൽ നിന്ന് മാത്രം 7,20,00,000 രൂപയോളം നേടിയ ചിത്രം ഇവിടെ ഒടിയൻ്റെ റെക്കോർഡും തകർത്തു എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയും ഇപ്പോൾ 6 മണി തൊട്ട് 7 മണി വരെ വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റുകളുടെ കണക്ക് ബുക്ക് മൈ ഷോയിൽ നോക്കുകയാണെങ്കിൽ 7,000-ന് മുകളിലാണ്. ടോട്ടലായിട്ട് 60,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയി. ഇന്ന് പ്രതീക്ഷിക്കുന്നത് 95,000 മുതൽ 1,20,20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ലെവലിലുള്ള ഒരു ബുക്കിംഗ് എന്ന് തന്നെ പറയാം. ഒപ്പം ഇനി കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മിന്നിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമ. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഇടിവുണ്ട് രണ്ടാം ദിനം. അത് എല്ലാ സിനിമയും പോലെ തന്നെ ഈ സിനിമയ്ക്കും ബാധകമാകുന്നു. ഇന്ന് ഇതുവരെ 1,642 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,70,75,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കണ്ടു. 39% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. 7:30 വരെ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ 2,78,14,000 രൂപയോളമാണ്. എന്താണെങ്കിലും ഇന്ന് ഈ ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ 3 കോടി സിനിമ രണ്ടാം ദിവസവും കടന്നിരിക്കുന്നു. ഫൈനലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി അല്ലെങ്കിൽ ഒരുപക്ഷെ 5 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള ലെവലിലാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് സിനിമ ഇന്ന് കൊണ്ട് 10 കോടി കടക്കുകയാണ്. ആദ്യ ദിനം തന്നെ 7,20,00,000 നേടിയ ചിത്രം ഒരുപക്ഷെ ഇന്നത്തോടെ 13 കോടിയോളം അല്ലെങ്കിൽ 12-13 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നെത്തും. 15 കോടി നേടിയ ചിത്രം ഇന്നത്തോടെ 27 കോടി അല്ലെങ്കിൽ 25-27 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ പോകുന്നു. പ്രീസെയിലൂടെ മാത്രമേ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 1,50,00,000 രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇന്ന് എന്താണേലും ഒടിയനെയും ഒക്കെ തീർത്ത് മുന്നോട്ട് പോവുകയാണ്. ഒടിയൻ തീർത്തുവെന്ന് അവകാശവാദം ഉന്നയിച്ചത് ഇവിടെ ശരിക്കും ട്രാക്കിങ്ങിലൂടെ കാണിച്ചു കൊടുത്ത് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ദിലീപിന് മുന്നിൽ ബാക്കി എല്ലാ നടന്മാരും ഒന്നും അല്ലാതാകുന്ന ഒരു കാര്യം തന്നെ കാണാൻ കഴിയുന്നു. മോഹൻലാലൊക്കെ നേരത്തെ തീർത്ത് വെച്ചിരുന്ന കണക്കുകളെല്ലാം തട്ടിത്തകർത്ത് മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം.